അപ്പം 2 പൂവൻ താറാവിനെ എടുത്തിട്ടുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് ബായി നിൽപ്പുണ്ട്. ബായി അത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നമുക്ക് തരും. കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. താറാവിനെ ഇതിൻ്റെ അകത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ പൂട പറിച്ചെടുക്കും. താറാവിൻ്റെയും ഈ നാടൻ താറാവിൻ്റെയും നാടൻ കോഴിയുടെ ഒന്നും തൊലി പൊളിച്ച് കളയരുത്. തൊലി പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് അങ്ങോട്ട് കുറയും. അപ്പോൾ താറാവിൻ്റെ ആണെങ്കിലും കോഴിയുടെ ആണെങ്കിലും പൂട മാത്രം പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തീയിലൊന്ന് കാണിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ പൂട അങ്ങോട്ട് കരിങ്ങി പൊക്കോളും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാവുന്നതാണ്. പച്ച കുരുമുളക് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയിൽ അരച്ച പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ചെറുള്ളി, സവാള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി. ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച ഇറച്ചി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താറാവ് വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ മസാലയായിട്ട്. നമ്മുടെ മസാലയും
വേവിച്ച് വെച്ചിരിക്കുന്ന താറാവും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇനി ഒരു കുറച്ച് നേരം ഈ രണ്ടാം പാൽ കിടന്നൊന്ന് തിളക്കട്ടെ. കുറച്ച് ചാറ് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഇറച്ചിക്കകത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ അങ്ങോട്ട് കറക്കി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇറച്ചിയുടെ ചൂടൊക്കെ ഒരിച്ചിരി മാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കപ്പയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കുരുമുളകിട്ട താറാവ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.